രക്ഷയുടെ ഈശോയുടെ പൊന്നു മക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എല്ലാവരും സന്തോഷത്തോടെ സുരക്ഷിതരായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചെറിയൊരു പ്രാർത്ഥന ചൊല്ലി ഈ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. പാപികളെ സ്നേഹിക്കുന്ന ഈശോയെ, പാപബോധവും പശ്ചാത്താപവും നൽകി കുഞ്ഞുങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ, കൊച്ചു കൊച്ചു പാപങ്ങൾ ചെയ്ത് അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മകനായി മകളായി ജീവിക്കുവാൻ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മക്കളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏത് പാഠാ പഠിച്ചത്? 10ാമത്തെ പാഠം. പാഠത്തിൻ്റെ പേരെന്താണ്? അനുരഞ്ജന കൂദാശ. അപ്പം എല്ലാവരും പാഠപുസ്തകം വായിച്ചോ? അനുരഞ്ജന കൂദാശയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയോ? എന്നാ സിസ്റ്റർ ചോദിക്കട്ടെ, ആരാ ഉത്തരം പറയുന്നേ? ദേ അമ്മുക്കുട്ടി ചാടി എണീറ്റു. ഞാൻ ഉത്തരം പറയാം. എന്നാൽ അമ്മുക്കുട്ടിയോട് തന്നെ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. എന്താണ് അമ്മുക്കുട്ടി അനുരഞ്ജന കൂദാശ? അമ്മുക്കുട്ടി പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റാണ്. പാപങ്ങളിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ ശക്തിയും നൽകി ദൈവത്തോടും സഹോദരരോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ. എല്ലാ മക്കളും പഠിച്ചല്ലോ അല്ലേ? ഇനി നമ്മളൊരു കഥ പഠിച്ചായിരുന്നു. ആരുടെ കഥയാണ് നമ്മൾ പഠിച്ചത്? അതെ, ജിമ്മിക്കുട്ടൻ പറയുന്നു സക്കേവൂസിന്റെ കഥയാണ് പഠിച്ചതെന്ന്. വളരെ നിങ്ങൾ പറഞ്ഞ ഉത്തരമൊക്കെ ശരിയാണ്. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. സിസ്റ്ററെ, ഞങ്ങൾ സക്കേവൂസിന്റെ കഥയാണ് പഠിച്ചത്. സക്കേവൂസ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? ധനികനായിരുന്നു, ചുങ്കക്കാരനായിരുന്നു. ഈശോയുടെ സ്നേഹം അനുഭവിച്ച സക്കേവൂസ് എന്താ ചെയ്തത്? തനിക്കുള്ളതെല്ലാം ദാനം ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനായി ജീവിച്ചു. അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ അനുരഞ്ജന കൂദാശയുടെ 2ാമത്തെ ഭാഗമായ ഇന്ന് അനുരഞ്ജന കൂദാശ ഫലപ്രദമായി സ്വീകരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ചും അനുരഞ്ജന കൂദാശയിലൂടെ ദൈവം നമുക്ക് തരുന്ന കൃപാവരത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഒരു എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളെല്ലാവരും പരീക്ഷ എഴുതുന്നവരാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചൊരുങ്ങും. തലേദിവസമാണോ നിങ്ങൾ പഠിക്കുന്നത്? അല്ല, നേരത്തെ തന്നെ എല്ലാവരും പാഠപുസ്തകമൊക്കെ വായിച്ച് നന്നായിട്ട് പഠിച്ചൊരുങ്ങും. തലേദിവസം നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടെ അത് റിവിഷൻ ചെയ്യും പരീക്ഷയ്ക്ക് മുമ്പായിട്ട്. അങ്ങനെ നന്നായിട്ട് പോയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതും. ഇതുപോലെ തന്നെയാണ് മക്കളെ, അനുരഞ്ജന കൂദാശ നമ്മൾ സ്വീകരിക്കുന്നതിന് മുൻപ് നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം. അനുരഞ്ജന കൂദാശ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അനുരഞ്ജന കൂദാശ ഫലപ്രദമായി സ്വീകരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ 5 നമ്മൾ അല്ലാതെ പറയും നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ 5. ഒന്നാമത്തെ, ആത്മശോധന ചെയ്ത് പാപങ്ങളെല്ലാം കണ്ടെത്തണം. 2, പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കണം. 3, വീണ്ടും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. 4, പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റുപറയണം. 5, വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. ഇത്രയുമാണ് നല്ല കുമ്പസാരത്തിന് അല്ലെങ്കിൽ അനുരഞ്ജന കൂദാശ ഫലപ്രദമായി സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 5 കാര്യങ്ങൾ. ഇതിൽ ഒന്നാമത്തെ, ആത്മശോധന ചെയ്ത് പാപങ്ങളെല്ലാം കണ്ടെത്തണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് മക്കളെ ആത്മശോധന ചെയ്യുക? ആത്മശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്പസാരിക്കാൻ പോകുന്നതിന് മുൻപ് നന്നായിട്ട് ഒരുങ്ങണം. അതിന് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണേ. ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെല്ലാം എന്നെ ഓർമ്മപ്പെടുത്തി തരണേ. നല്ലൊരു കുമ്പസാരം നടത്താൻ എന്നെ സഹായിക്കണമേ എന്ന് ആദ്യം നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് 10 കൽപ്പനകളുണ്ട്. നിങ്ങളെല്ലാവരും നേരത്തെ ക്ലാസ്സുകൾ അതൊക്കെ പഠിച്ചതാണ്. ആ 10 കൽപ്പനകളെടുത്ത് ഇതിലേതെങ്കിലും ഞാൻ ലംഘിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 10 കൽപ്പനകളെടുത്ത് അതൊന്ന് വിലയിരുത്തുക. അതിലേതാണ് ഞാൻ ലംഘിച്ച പാപമെന്ന് നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ വിലയിരുത്തണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്,
ദൈവത്തോടുള്ള ബന്ധവും സഹോദരങ്ങളോടുള്ള ബന്ധം. എപ്രകാരമാണ് എൻ്റെ ഈശോയോടുള്ള ബന്ധം? നമ്മുടെ ഈശോയോടുള്ള നമ്മുടെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാതിരുന്നിട്ടുണ്ടോ? ദേവാലയത്തിൽ ഭക്തിപൂർവ്വം പെരുമാറാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ ഈശോയോടുള്ള സ്നേഹത്തിൽ ഞാൻ കൂടുതൽ വളരാതിരുന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ ദൈവത്തോടും നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, നമ്മുടെ ചേട്ടായിയോട്, ചേച്ചിയോട്, നമ്മുടെ കുഞ്ഞനുജനോട്, അനുജത്തിയോട്, നമ്മുടെ ബന്ധുമിത്രാദികളോട് ആരോടെങ്കിലും നമ്മൾ അവർ പറഞ്ഞത് കേൾക്കാതെയോ അവരെ അനുസരിക്കാതിരിക്കുകയോ അവരെക്കുറിച്ച് കുറ്റം പറയുകയോ അങ്ങനെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നമ്മൾ ഈശോയോട് ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കണം. അതാണ് ഒന്നാമത്തെ ആത്മശോധന ചെയ്ത് പാപങ്ങളെല്ലാം കണ്ടെത്തണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കണം. അനുരഞ്ജന കൂദാശയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം. പൊന്നുമക്കളെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ അകന്നു പോകും. ആ ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കണം. എൻ്റെ പൊന്നു ഈശോയെ, ഞാൻ ഇത്രയൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, നീ എന്നോട് കരുണ തോന്നണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് ഈശോയോട് നമ്മൾ പറയണം. അങ്ങനെ പറയുമ്പോഴുണ്ടല്ലോ ഈശോ നമ്മളെ കൂടുതൽ കൂടുതൽ കൃപകളാൽ നിറയ്ക്കും. ഈശോയുടെ കരം നമ്മുടെ കരത്തോട് ചേർത്ത് വയ്ക്കും. അങ്ങനെ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ പശ്ചാത്തപിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത്, വീണ്ടും പാപം ചെയ്യുകയില്ലെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ടത് ആരോടാ? നമ്മോട് തന്നെ. എൻ്റെ ഈശോയെ, ഇനി ഇങ്ങനെ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാത്ത ഈ ഒരു തെറ്റ് ഞാൻ ഇനി ചെയ്യില്ല. അങ്ങനെ ഈശോയുടെ മുമ്പിൽ ചെന്നിരുന്ന് വാശിയോടുകൂടി പറയണം, ഈശോയെ ഞാൻ ഇനി ഈ പാപം ചെയ്യില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. നാലാമത്തെ കാര്യം, പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റുപറയണം. നമ്മൾ കുമ്പസാരത്തിനായിട്ട് പോകുമ്പോൾ ആ കുമ്പസാരക്കൂട്ടിലിരിക്കുന്നത് യഥാർത്ഥത്തിൽ പൊന്നുമക്കളെ അത് നമ്മുടെ ഈശോ തന്നെയാണ്. വൈദികൻ്റെ സ്ഥാനത്ത് ഈശോ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വൈദികനെയാണ് കാണുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ് വൈദികൻ. അവിടെ യഥാർത്ഥത്തിൽ സന്നിഹിതനായിരിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ഈശോയാണ്. നമ്മൾ ഈശോയുടെ അടുത്ത് ചെന്ന് ഈശോയാണ് അവിടെ ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി വേണം നമ്മൾ അവിടെ പോയി മുട്ടുകുത്താൻ, പാപങ്ങളൊക്കെ ഏറ്റുപറയാൻ. നമ്മുടെ കൂട്ടുകാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയില്ലേ, അതുപോലെ വേണം. എൻ്റെ ഈശോയെ, ഞാൻ ഇത്ര പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈശോയോട് എല്ലാം തുറന്നു പറയണം. വൈദികനല്ല, ഈശോയാണ് അവിടെ ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റുപറയണം. ഇനി കുമ്പസാരക്കൂടിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ കുമ്പസാരത്തിനുള്ള ജപം ചെല്ലണം. നമ്മുടെ വേദപാഠ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കുമ്പസാരത്തിനുള്ള ജപം സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. മക്കളെ, കുമ്പസാരത്തിനുള്ള ജപത്തിൻ്റെ ആദ്യ ഭാഗം ചെല്ലിയതിന് ശേഷമാണ് നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലേണ്ടത്. അതിനുശേഷം അഞ്ചാമത്തേത്, വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. വൈദികൻ നമ്മോട് കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നമ്മൾ നിറവേറ്റണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം നമ്മളെ ഒരിക്കൽ കൂടി വൈദികൻ ഓർമ്മപ്പെടുത്തി തന്ന് നമ്മളതിന് പരിഹാരം ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മുടെ വൈദികൻ പറയും. ശ്രദ്ധാപൂർവം അത് കേട്ട് കുമ്പസാരക്കൂടിൽ നിന്ന് എഴുന്നേറ്റ് സ്വസ്ഥമായി ഈശോയുടെ സന്നിധിയിൽ വന്നിരുന്ന് കണ്ണുകൾ ഈശോയുടെ നേരെ ഉയർത്തിക്കൊണ്ട് വൈദികൻ കൽപ്പിച്ച പ്രായശ്ചിത്തം നിറവേറ്റണം. അതിനുശേഷം നമ്മൾ കുമ്പസാരത്തിനുള്ള ജപത്തിൻ്റെ ബാക്കി ഭാഗം ചെല്ലണം. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. ഇത്രയും ചെല്ലിയതിന് ശേഷം മക്കള് മനസ്താപ പ്രകരണം കൂടെ ചെല്ലണം. ഈ മനസ്താപ പ്രകരണം ചെല്ലുമ്പോൾ നമ്മൾ ഈശോയുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുക, ഈശോയെ ഞാൻ ഇനി ഇങ്ങനെ ഒരു പാപം ചെയ്യുകയില്ല എന്ന്. ഇതാണ് നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങളായിട്ട് ഉള്ളത്. ഇനി ഇങ്ങനെ അനുരഞ്ജന കൂദാശയിലൂടെ ഈശോ നമ്മുടെ പാപങ്ങളെല്ലാം ഓർമ്മിച്ച് തന്ന് നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തി. ഇങ്ങനെ അനുരഞ്ജന കൂദാശ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോ ഒത്തിരിയേറെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയും.
നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ കൂട്ടുകാരനോട് നമ്മൾക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ കൂട്ടുകാരന് വേണ്ടി ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവനോട് നന്നായിട്ട് കൂട്ടുകൂടും, അവനെ സഹായിക്കും, അവനോട് കൂടുതൽ സമയം വർത്തമാനം പറയും. അതുപോലെ തന്നെ അവൻ്റെ ബർത്ത്ഡേ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം വിഷ് ചെയ്യും, സമ്മാനങ്ങളൊക്കെ നൽകും. ഇതുപോലെ നമ്മുടെ ഈശോയും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാകണം. ഈ ബെസ്റ്റ് നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഈശോയെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സ്വീകരിക്കുമ്പോൾ ഈശോ നമുക്ക് തരുന്ന അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങളായിട്ട് ഈശോ നമുക്ക് തരുന്നത് പാപമോചനം, എല്ലാ പാപങ്ങളും നമ്മെ മോചിപ്പിക്കും. 2, പാപത്തിൽ വീഴാതിരിക്കാനുള്ള കൃപാവരം. ഇനിയും ഈ പാപത്തിലേക്ക് നമ്മൾക്ക് വീഴാതിരിക്കാനുള്ള കൃപാവരം ഈശോ ചൊരിയും. 3, ആന്തരിക സമാധാനവും സന്തോഷവും. നമ്മുടെ ഉള്ളിൻ്റെ കുമ്പസാരം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൻ്റെ ഈശോയുടെ സ്നേഹത്തെ കൊതിക്കും. ഈശോയുടെ ചിലവരൊക്കെ കുമ്പസാരം കഴിഞ്ഞു വരുമ്പോഴത്തേക്കും ആ മുഖമൊക്കെ നല്ല പ്രസന്നമായിരിക്കും. നമ്മുടെ ഉള്ളിൻ്റെ ഭയങ്കര സന്തോഷത്താൽ നിറയും. അങ്ങനെ ഒരു അനുഭവമാണ് നമുക്ക് അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങളായിട്ട് ലഭിക്കുന്നത്. ഇനി അനുരഞ്ജന കൂദാശ നമ്മൾ ഇപ്രകാരം സ്വീകരിച്ചു. ഈശോ ഒത്തിരിയേറെ ഫലങ്ങൾ നമുക്ക് നൽകി. ഇനി ഇത് കൂടാതെ വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തത്തിന് പുറമെ നാം നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യണം. നമുക്ക് വൈദികൻ ഒരു ചെറിയ ഒരു പ്രായശ്ചിത്തമായിട്ടൊരു കാര്യങ്ങൾ തരും. നമ്മൾ അത് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യണം. അതിനായിട്ട് ഒന്നാമതായി ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? കരുണയുടെ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന്. ആ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. 2, കാരുണ്യപ്രവർത്തികൾ. കാരുണ്യപ്രവർത്തികൾ എത്രയാണ് മക്കളെ? കാരുണ്യപ്രവർത്തികൾ 14 കാരുണ്യപ്രവർത്തികളുണ്ട്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക, അറിവില്ലാത്തവരെ പഠിപ്പിക്കുക. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒപ്പം തന്നെ നമ്മൾ പരിത്യാഗ പ്രവർത്തികൾ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം വേണ്ടെന്ന് വെക്കണം. അങ്ങനെ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ നമ്മൾ കുഞ്ഞിലേ ചെയ്യുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി കൃപകൾ വർഷിക്കും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിശുദ്ധ ഡൊമിനിക് സാവിയോ ആദ്യ കുർബാന സ്വീകരണത്തിന് മുൻപായിട്ട് 4 കാര്യങ്ങളാണ് തീരുമാനങ്ങൾ എടുത്തത്. ഒന്നാമത്തേത്, കടമുള്ള ദിവസങ്ങളിലും പെരുന്നാൾ ദിവസങ്ങളും ഞാൻ വിശുദ്ധമായി ആചരിക്കും. കടമുള്ള ദിവസങ്ങളും പെരുന്നാൾ ദിവസങ്ങളും ഞാൻ വിശുദ്ധമായി ആചരിക്കും. ഈശോയും മാതാവുമായിരിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും കുമ്പസാരിച്ച് ഞാൻ വിശുദ്ധ കുർബാന കൈക്കൊള്ളും. ഏറ്റവും അവസാനത്തേത്, ഒരു പാപം ചെയ്യുന്നതിലുപരി മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇതുപോലെ ആദ്യ കുർബാന സ്വീകരണത്തിന് മുൻപായിട്ട് നിങ്ങൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് ഈശോയെ നിന്നെ സ്വീകരിക്കാനായിട്ട് ഞാൻ ഒരുങ്ങുക, എൻ്റെ മേൽ കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ടീച്ചർ തരുന്ന ഒരു ടാസ്ക് ഇപ്രകാരമാണ്. നിങ്ങൾ ആദ്യ കുർബാന സ്വീകരണത്തിന് മുൻപായിട്ട്, നിങ്ങൾ ഈശോയെ സ്വീകരിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് തീരുമാനങ്ങളാണ് എടുക്കുന്നതെന്ന് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി അയച്ചു കൊടുക്കണം. അത് മാത്രം ചെയ്താൽ മതി. പിന്നെ ഓർമ്മിക്കാനായിട്ട് ഒരു തിരുവചനം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പശ്ചാത്താപമുള്ള അനുതാപമുള്ള വ്യക്തികളായി തീരുമ്പോൾ സ്വർഗത്തിൽ ഈശോ നമ്മളെ കണ്ട് ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല മക്കളായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയെ, ഞാനൊരു പാപിയാണ്. ഇടയ്ക്കൊക്കെ പറയണം, ഈശോയെ, ഞാനൊരു പാപിയാണ്, നീ എൻ്റെ കൂട്ടുകാരനല്ലേ, എൻ്റെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുമ്പസാരം ഒരു ചടങ്ങായിട്ട് ഒരിക്കലും മാറരുത് കുഞ്ഞുങ്ങളെ. അത് ഏറ്റവും വിശുദ്ധമായിട്ട് ആചരിക്കേണ്ട ഒന്നാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും വൈദികൻ്റെ അടുത്ത് ചെന്ന് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം, പ്രായശ്ചിത്തം നേടണം. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ ഓരോരുത്തരും വളർന്നു വരണം. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട, ഈശോ കൊച്ചു തെരേസ്യ പറഞ്ഞതുപോലെ, ഈശോയെ, നിൻ്റെ കയ്യിലെ കളിപ്പന്തായിട്ട് എന്നെ മാറ്റണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ കൃപകൾ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ.